പല ആളുകളും ഈ ഒരു വാഹനം ഓടിക്കുന്നത് എക്കണോമി മോഡലാവില്ല, എല്ലാവരും ഓടിക്കുന്നത് 100-104 ആ ഒരു റേഞ്ചിൽ പെട്രോൾ എത്തിയിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങളെ വണ്ടിക്ക് മൈലേജ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കമ്പനിയിൽ നിന്ന് കണ്ട പോലെ തന്നെ യമഹ RX-Z ഒരു മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മളെ കയ്യിലൊരു ബൈക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യാറുള്ളത്. ഒന്ന് നമ്മൾ ആ ഒരു വാഹനത്തെക്കുറിച്ചും അതിൻ്റെ പെർഫോമൻസും കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് ആ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യണതിന് മുന്നേ നമുക്ക് വണ്ടിയിലുള്ള പെട്രോൾ ഫുള്ള് ഊറ്റിയെടുത്തിട്ട് ബോട്ടിലാക്കണം. നമ്മുടെ കയ്യിൽ 1/2 ലിറ്ററിൽ 2 ബോട്ടിലുണ്ട്. ഒന്ന് നമ്മൾ പെട്രോൾ, ഇതിലുള്ള പെട്രോൾ ഒരു ബോട്ടിലേക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും. എന്നിട്ട് 1/2 ലിറ്റർ പെട്രോളാണ് നമ്മൾ ടാങ്കിൽ ഒഴിക്കാൻ പോകുന്നത്. 1/2 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് എന്നാണെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 1/2 കിലോമീറ്റർ എത്ര ഓടുന്നത് വെച്ചാൽ അതിന് ഡബിൾ ആയിരിക്കും ആ ഒരു വണ്ടിയുടെ മൈലേജ്. ഓക്കെ, നമുക്ക് ആദ്യം വണ്ടിയിലുള്ള ഫ്യൂവൽ മൊത്തം ഇവിടുന്ന് കാർബറേറ്ററിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു പൈപ്പ് ഊരിയതിന് ശേഷം ടാങ്കിലുള്ള പെട്രോൾ മൊത്തം ഊറ്റിയെടുക്കാം. ഓക്കെ, കുറച്ച് ടൈമിങ് എടുക്കും കേട്ടോ. ഈ ബോട്ടിൽ ഫുള്ളായിട്ടോ. അപ്പോൾ ഇനി ഈ ബോട്ടിലേക്ക് കുറച്ച് മാറ്റാം. ഇതിലുള്ള ഫുള്ളായിട്ട് ഇതിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് ടാങ്കിലത്തെ പെട്രോൾ മൊത്തം ബോട്ടിലേക്ക് മാറ്റണം. എന്നിട്ട് കാർബറേറ്ററിലുള്ള പെട്രോൾ എന്ത് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ത്രോട്ടിൽ അടിച്ചതിന് ശേഷം അത് ഒഴിവാക്കണം. എന്നിട്ട് 1/2 ലിറ്റർ പെട്രോൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെട്രോൾ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യാം. 1/2 ലിറ്റർ നമ്മൾ ടാങ്കിലേക്ക് ഒഴിക്കണുള്ളൂ. 1/2 ലിറ്റർ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടെന്ന് നോക്കുക. അതിൻ്റെ ഡബിൾ ആയിരിക്കും ഈ ഒരു വണ്ടിയുടെ മൈലേജ്. ഓക്കെ, ടാങ്കിൽ അത്യാവശ്യം എണ്ണ ഉണ്ട് കേട്ടോ, അതാണ് തീരാത്തത്. ഏകദേശം ഒരു 200 രൂപേൻ്റെ പെട്രോളാണെങ്കിലും ഈ ഒരു ടാങ്കിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഊരിയെടുക്കണം. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. എന്നാലും ഒരു തുള്ളി പോലും പുറത്തു പോകാതെ ഫുള്ളായിട്ട് ഊറ്റിയെടുക്കണം. ഏകദേശം കഴിയാനായിട്ടോ. അതാണ് ഞാൻ ടാങ്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഇളക്കുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നേരെ പമ്പിലേക്ക് ഇറങ്ങി വരും ഗൈസ്. അപ്പം അങ്ങനെ കുറച്ച് ടൈമിന് ശേഷം ഫുള്ളായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ടാങ്ക് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കാം. ഓക്കെ, ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. അത് തുള്ളി പോലെ ആവുമ്പോൾ നമ്മൾ നിർത്തിട്ടോ. ഓക്കെ, ഫൈൻ. ടാങ്ക് ക്ലീനായി. ഇനി നമുക്ക് കാർബറേറ്റർ എന്ത് ചെയ്യണം, കാർബറേറ്ററിൻ്റെ എണ്ണ നമുക്ക് ത്രോട്ടിൽ കൊടുത്തതിന് ശേഷം ത്രോട്ടിൽ അടിച്ചിട്ട് ഒഴിവാക്കാം. ഓക്കെ, ഈ 2 പെട്രോളും ഇവിടെ സേഫായിട്ട് ഇരിക്കട്ടെ. ഓക്കെ, ആ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ കാർബറേറ്ററിലുള്ള ഫ്യൂവൽ മൊത്തം ത്രോട്ടിലടിച്ചിട്ട് കളയാം. ഇതും കുറച്ച് ടൈമിങ് എടുക്കും. അത്യാവശ്യം കാർബറേറ്റർ എണ്ണ ഉണ്ടാവും, അത് മൊത്തം തീരാതെ എന്തെങ്കില വണ്ടിയിലുള്ള എണ്ണ തീരൂല.
ഓക്കെ, ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഓഫായിട്ടുണ്ട്, വണ്ടി ഓൺ ആവുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ ഓക്കെ, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാവണില്ല, നിങ്ങൾ കണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ടാവണില്ല. ഇനി നമുക്ക് വണ്ടിയിലിപ്പോൾ മീറ്ററിൽ കാണിക്കുന്ന സംഖ്യ എത്രയെന്നുള്ളത് കാണിച്ചു തരാം. 4270 കേട്ടോ, കറക്റ്റാണ്. 4270 മീറ്ററിൽ കാണിക്കുന്ന സംഖ്യ. ഈ 4270 നിന്നാണ് നമുക്ക് ഓടേണ്ടത്. എന്നിട്ട് നമുക്ക് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്യൂൽ ഒഴിക്കാം. ഫ്യൂൽ ഒഴിച്ചിട്ട് നേരെ ഇവിടുന്ന് വണ്ടി ഓടിച്ചിട്ട് പോയേക്കാം. ഇത് 1/2 ലിറ്റർ കറക്റ്റ് പെട്രോൾ കേട്ടോ. അര ലിറ്റർ കറക്റ്റ് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് റിസർവിലിട്ടിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി എടുക്കണം. ചോക്ക് വലിച്ച് സ്റ്റാർട്ടാക്കി എടുക്കണം. വണ്ടി എണ്ണ ഇറങ്ങി വരുന്ന ഒരു ടൈം ആവുന്നുള്ളൂ. കുറച്ച് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ ഇറങ്ങി ഒന്ന് സെറ്റാവും. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ പെട്രോൾ 1 ലിറ്റർ കറക്റ്റ് ഉണ്ട്. നമുക്ക് വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒഴിക്കാനുള്ള എണ്ണ. ഓക്കെ, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നോ, ഓൾ സെറ്റ്, എല്ലാം സെറ്റായി. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം. 4270 കേട്ടോ, ഒന്നും കൂടെ കാണിച്ചു തരാം. 4270 മീറ്ററിൽ കാണിക്കുന്നത്. ഞാനിവിടെ അടിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, 4270 കേട്ടോ. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എത്ര കിലോമീറ്റർ ഓടും നോക്കാമല്ലോ. പിന്നെ നമ്മൾ എക്കണോമി മോഡിലാണ് പോകുന്നത്. എക്കണോമി മോഡ് പോയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു 40 to 60 വരെ ലെവലാണ് നമ്മൾ എക്കണോമി മോഡ് എന്ന് പറയുന്നത്. നമ്മൾ മീറ്റർ ബോർഡിൽ കാണിക്കുന്ന ആ പച്ച ലൈൻ ഉണ്ടല്ലോ, അതുവരെയാണ്, അതിൻ്റെ മാക്സിമം ആണ് എക്കണോമി മോഡ്. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് എത്ര മൈലേജ് ഉണ്ട് എന്ന് നോക്കാം. ടു സ്ട്രോക്ക് ബൈക്കാണെങ്കിലും 4 സ്ട്രോക്ക് ബൈക്കാണെങ്കിലും മൈലേജ് ഷോട്ട് വരാൻ പല കാരണങ്ങളുണ്ട്. പലരും പറയാറുണ്ട്, എനിക്ക് കുറച്ച് കാലം മുന്നേ, ഒരു 1 ഇയർ മുന്നേ അല്ലെങ്കിൽ ഒരു 6 മാസം മുന്നേ നല്ല രീതിയിൽ എനിക്ക് വണ്ടിക്ക് മൈലേജ് കിട്ടിയിരുന്നു, ഇപ്പോൾ മൈലേജ് കുറഞ്ഞോ എന്നുള്ളത് സംശയം, അല്ലെങ്കിൽ മൈലേജ് കിട്ടുന്നില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പ് വണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വണ്ടിയിലേക്ക് അടിക്കുന്ന പെട്രോളിൻ്റെ വിലയും ഇപ്പോൾ നിങ്ങളെ വണ്ടിയിലേക്ക് അടിക്കുന്ന പെട്രോളിൻ്റെ വിലയും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഒരു കൊല്ലം മുൻപ് നിങ്ങൾക്ക് 85 രൂപക്കാണ് പെട്രോളെങ്കിൽ ഇപ്പോൾ 100, 104 ആ ഒരു റേഞ്ചിൽ പെട്രോൾ എത്തിയിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങളെ വണ്ടിക്ക് മൈലേജ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ല, നിങ്ങളടിക്കുന്ന വണ്ടിയിൽ അടിക്കുന്ന പെട്രോളിൻ്റെ അളവ് കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് മൈലേജ് ഷോട്ട് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. വണ്ടിയുടെ മൈലേജ് ഷോട്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് നിങ്ങളെ കാർബറേറ്റർ എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത്. ഒരു വണ്ടിയുടെ മൈലേജ് തീരുമാനിക്കുന്നത് ആ ഒരു വണ്ടിയുടെ കാർബറേറ്റർ തന്നെയാണ്. കാർബറേറ്റർ വണ്ടികളാണെങ്കിൽ കാർബറേറ്ററാണ് ആ ഒരു വണ്ടിക്ക് മൈലേജ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടികളെ മൈലേജ് കുറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടിയുടെ കാർബറേറ്ററാണ്. കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് പോയിട്ട് നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിന് 2 സ്ട്രോക്ക് ആണെങ്കിലും 4 സ്ട്രോക്ക് ആണെങ്കിലും കാർബറേറ്ററൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യുന്ന, ക്ലീൻ ചെയ്യുന്ന ആളുകളടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വണ്ടിക്ക് എന്തെങ്കിലും വലികൊമ്മിയോ അല്ലെങ്കിൽ മിസ്സിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മൈലേജ് ഷോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ വണ്ടി മിസ്സിങ് വരുന്ന വണ്ടികളാണെങ്കിൽ നമ്മൾ കയറ്റം വലിയാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. കയറ്റം വലിയാതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
നമ്മൾ കൊടുക്കുന്ന പരമാവധി നമ്മൾ ത്രോട്ടിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് വണ്ടി വലിപ്പിച്ച് കയറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ മാക്സിമം ത്രോട്ടിൽ ഉപയോഗിക്കുമ്പോൾ എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ കൂടുതലായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് മൈലേജ് ഷോട്ടും ആ ഒരു വണ്ടിക്ക് വരും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വണ്ടിയുടെ കാർബറേറ്റർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈലേജ് കിട്ടാൻ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ കറക്റ്റാണോ, പ്രോപ്പറായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടിക്ക് നല്ല രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ആ എയർ ഫിൽറ്റർ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നില്ല, ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ അതിന് രീതിയിലുള്ള ഒരു മൈലേജ് ഷോട്ട് എന്തായാലും വരും. അപ്പോൾ നമ്മൾ ഏകദേശം 4270 274 ഏകദേശം 4 കിലോമീറ്ററോളം നമ്മൾ താണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിർത്തിയത് മൈലേജ് ഷോട്ടിൻ്റെ കാര്യം. ഇനി മൂന്നാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, പല ആളുകളും ഈ ഒരു വാഹനം ഓടിക്കുന്നത് എക്കണോമി മോഡിലാവില്ല. എല്ലാവരും ഓടിക്കുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും അധിക പേരും വണ്ടി പൊളിച്ചോടിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മൈലേജ് ഷോട്ടും ഈ ഒരു വണ്ടിക്ക് വരും. നമ്മൾ ത്രോട്ടിൽ എത്രത്തോളം കൊടുക്കുന്നോ അതിനനുസരിച്ചുള്ള എഞ്ചിനിലേക്കുള്ള ഫ്യൂവലും ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ത്രോട്ടിൽ ജസ്റ്റ് ഒന്ന് പതുക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 40-60 റേഞ്ചിലാണ് നമ്മൾ പോകുന്നത് എങ്കിൽ അതിനുള്ള മൈലേജ് മാക്സിമം ഈ ഒരു വണ്ടിക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ കത്തിച്ച് കയറിയത് കണ്ടില്ലേ, അതുപോലെയാണ് പല ആളുകളും. ഞാനും ഒരുപാട് വട്ടം അങ്ങനെ കത്തിച്ച് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ ഞാൻ 2 സ്ട്രോക്ക് ഉപയോഗിക്കുന്ന ആദ്യ കാലഘട്ടത്തിലൊക്കെ എനിക്കും എൻ്റെ ഒരു കൺസെപ്റ്റ് ഇതൊരു വീലടിക്കാനുള്ള വാഹനം, അല്ലെങ്കിൽ ഒരു വീലടിച്ച് ആളുകളെ അടിയിൽ ശ്രദ്ധ തിരിക്കുന്ന ഒരു വാഹനം എന്നുള്ള രീതിയിലായിരുന്നു ഞാനും ആദ്യം കണ്ടിരുന്നത്. പിന്നെ അതിനേക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള അറിവ് നേടിയപ്പോൾ ഇതങ്ങനെയുള്ള ഒരു വാഹനമല്ല, കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്പോൾ പരിപാടികളൊക്കെ നിർത്തി. പല ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് 2 സ്ട്രോക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കോട്ടക്കൽ ഭാഗത്തൊക്കെ ഒരുപാട് 2 സ്ട്രോക്ക് ഇറങ്ങുന്നുണ്ട്. പല ആളുകൾ ഞാൻ കാണാറുണ്ട്. നമ്മൾ ആളുകളെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫോമൻസ് ലെവലിൽ നിങ്ങൾ ഒരു വീലി അടിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോയാൽ ഒരു 20 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം മൈലേജ് കിട്ടുകയുള്ളൂ. നമ്മളൊരു 40-60 വരെ മാക്സിമം പിടിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 30-32 വരെ 35 വരെ കിട്ടുന്ന നല്ല കണ്ടീഷനുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ മൈലേജിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും 4 സ്ട്രോക്ക് ആണെങ്കിലും 4 സ്ട്രോക്ക് ആണെങ്കിലും നമ്മൾ ഈ ഒരു ത്രോട്ടിൽ കൊടുക്കുന്നത് എത്രയാണോ അളവ് അതിനനുസരിച്ചിരിക്കും നമ്മുടെ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത്. പിന്നെ കമ്പനി പറയുന്ന ഏത് വാഹനമാണെങ്കിലും 2 സ്ട്രോക്ക് ആണെങ്കിലും 4 സ്ട്രോക്കും ആണെങ്കിലും ആ ഒരു വാഹനത്തിൻ്റെ കമ്പനി പറയുന്ന മൈലേജിനേക്കാൾ കുറച്ച് കുറവായിരിക്കും ആ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 76 ആയിട്ടുണ്ട്, 42-76 ആയിട്ടുണ്ട്. നോക്കാം എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം 10 കിലോമീറ്റർ താണ്ടിട്ടോ 42-80 ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. എനിക്ക് ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. പിന്നെ 50-60 ആ റേഞ്ചിലാണ് നമ്മൾ പോകുന്നത്, 50-55 ആ റേഞ്ചിലാണ് നമ്മൾ പോകുന്നുള്ളൂ. എന്നിട്ട് പോയിട്ട് മാക്സിമം ഒരു വാഹനത്തിൻ്റെ ഒരു ബൈക്കിൻ്റെ മാക്സിമം മൈലേജ് എന്ന് പറയുന്നത് അതിൻ്റെ എക്കണോമി മോഡിലാണ് മൈലേജ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 60-80-85 ആ ഒരു എക്കണോമി മോഡിൽ പോകുമ്പോൾ നമുക്ക് ആ വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്രത്തോളം മൈലേജ് കിട്ടുമോ അത്രയും മൈലേജിലാണ് ആ ഒരു വാഹനം നമുക്ക് എൻജിൻ്റെ പെർഫോമൻസ് കിട്ടുക. ഈ ഒരു ബൈക്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരു മാക്സിമം പോയാൽ ഒരു 16-17 ആ ഒരു രീതിയിലായിരിക്കും വണ്ടി നിൽക്കാൻ ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കാം എത്ര കിലോമീറ്ററിൽ വണ്ടി നിൽക്കും എന്നുള്ളത്. ഞാൻ എൻ്റെ മനസ്സിൽ കൂട്ടിയൊരു കണക്ക് 17 കിലോമീറ്ററിൻ്റെ അതാകുമ്പോഴേക്കും വണ്ടി നിൽക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ഞാൻ നോക്കിയിട്ടുള്ളത്, മനസ്സിൽ കാൽക്കുലേറ്റ് വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ വണ്ടി നിൽക്കുന്നത്. വളാഞ്ചേരി പോകുന്ന നാഷണൽ ഹൈവേ കേട്ടോ. അതുപോലെ ബാക്കിൽ SDVയിലാണ് ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിലും SDVയിൽ ഇട്ടുള്ള വണ്ടിയാണെങ്കിൽ അതിന് ചെറിയ രീതിയിലുള്ള ഒരു മൈലേജ് ഷോട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം
ബാക്കിൽ SD വീൽ ഇടുമ്പോൾ 16 ഇഞ്ച് വീൽ ഇടുമ്പോൾ വണ്ടിയുടെ റൊട്ടേഷൻ കൂടും, ബാക്കിലുള്ള റൊട്ടേഷൻ കൂടും. അപ്പോൾ അതിനനുസരിച്ച് മൈലേജ് ഷോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു മൈലേജ് ഉദ്ദേശിച്ച് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നിങ്ങൾ വണ്ടി ഉപയോഗിക്കുക. അവർക്ക് ഫ്രണ്ട് വീലും ബാക്ക് വീലും 18 വണ്ടിക്ക് സാധാരണ നോർമൽ വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്കായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ല നിങ്ങളൊരു റൈഡിങ് കംഫർട്ടിനാണെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ഒക്കെ പോകുന്ന ഒരാളാണെങ്കിൽ റൈഡിങ് കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു SD വീൽ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റൈഡിങ് കംഫർട്ട് നമുക്ക് ഈ ഒരു SD വീൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 83 കഴിഞ്ഞ് 84 ആയിട്ടുണ്ട്. നോക്കാം എത്ര പോകുന്നുള്ളത്. മിക്കവാറും നമ്മൾ ഈ ഒരു വളാഞ്ചേരി എത്തുന്ന മുന്നേ എന്തായാലും കാവുംപുറം കഴിഞ്ഞ് ആ ഒരു ഭാഗത്തെത്തുമ്പോഴേക്കും നമ്മൾ ഏകദേശം തീരുമാനമാവും. ഉച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടിക്ക് RX 100 ആണെങ്കിലും 135 ആണ് സെറ്റ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ചെറിയ രീതിയിൽ വണ്ടിക്ക് മിസ്സിങ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് എത്ര കിട്ടുന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ വട്ടപ്പാറ വടം റീച്ചായിട്ടുണ്ട്. 85 കേട്ടോ, 15 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനിയും പോകുന്നത് ഇറക്കായതുകൊണ്ടാണ്. ഇത് നമ്മൾ ഇറക്കായതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത്. കയറ്റാണെങ്കിൽ എപ്പോഴോ ഫ്യൂല് തീരേണ്ട സമയം കഴിഞ്ഞു. നോക്കാം എത്രയുണ്ട് എന്നുള്ളത്. ഓ 42.88 അങ്ങനെ പറയുമ്പോൾ 18 കിലോമീറ്റർ കേട്ടോ, ഏകദേശം 18 കിലോമീറ്റർ താണ്ടി നമുക്ക് ടൗണിൽ നിന്ന് തിരിച്ചു പോയാകാം ഇനി എത്ര കിട്ടും എന്നുള്ളത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ 35 to 38 വരെ കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ഓണർക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കി, നമ്മളെ ഫ്രണ്ടിൽ വിളിച്ചു നോക്കി. അപ്പോൾ വണ്ടി പോർട്ട് ചെയ്തപ്പോൾ ഇതിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള തട്ടിമുട്ടി പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വണ്ടി ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും വണ്ടി ഓഫ് ആവുന്നത്. ഓക്കെ, നമുക്ക് പോയേക്കാം. 89 ആയിട്ടുണ്ട് ഗൈസ്. 42.89 ഇട്ടാ 19 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു ബൈക്ക് 1/2 ലിറ്റർ പെട്രോൾ കൊണ്ട് ഓടിച്ചത്. വണ്ടി ഇപ്പോൾ നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്, മിക്കവാറും ഇപ്പോൾ നിൽക്കും. പക്ഷെ കാരണം നല്ല രീതിയിൽ വണ്ടി മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 42.90 വണ്ടി മിസ്സിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. വണ്ടിക്ക് മിസ്സിങ് വരുമ്പോൾ ആ ഒരു കുത്തിൽ വരുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട്. നോക്കാം എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത്. 90 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 38 കറക്റ്റ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. നോക്കാം ഇതിലെത്ര പോകും നോക്കാം. ഓക്കെ, ഇവിടെ ഇന്ത്യൻ പമ്പ് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ബോട്ടിൽ ഫുള്ളായതുകൊണ്ട് നമ്മൾ എടുത്ത് വയ്ക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി നിന്നിട്ടുണ്ട്. ഏകദേശം ഒരു 20 കിലോമീറ്ററാണ് നമ്മൾ 1/2 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് ഓടിയത്. ഞാൻ നിങ്ങൾക്ക് മീറ്റർ ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. 42.90 കേട്ടോ. 42.90 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 39 ആ ഒരു റേഞ്ചിൽ ഈ ഒരു വണ്ടിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഏകദേശം 20 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു ബൈക്ക് 1/2 ലിറ്റർ കൊണ്ട് ഓടിയത്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഫ്യൂല് ഫില്ല് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം കളിയാക്കാം. ഓക്കെ, കുടിക്കടാ. ഓഹോ, ആഹാ. അപ്പോൾ ഏകദേശം 19 കിലോമീറ്ററാണ് നമ്മൾ 1/2 ലിറ്റർ പെട്രോൾ കൊണ്ട് ഓടിയത്. അതിനർത്ഥം ഈ ഒരു വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് ഒരു 39 to 38 ആ ഒരു ലെവലിലാണ് മൈലേജ് കിട്ടുന്നത്. എക്കണോമി മോഡിൽ പോകാത്തത് കൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് മൈലേജ് കിട്ടാത്തത്. നമ്മൾ 40 to 60 ആ ഒരു റേഞ്ചിൽ 55 ആ ഒരു റേഞ്ചിലാണ് വണ്ടി ഓടിച്ചിട്ട് ഈ ഒരു മൈലേജ് ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 19 ആ ഒരു റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് 1/2 ലിറ്ററിമ്പോൾ. അതിനർത്ഥം 1 ലിറ്ററിന് നമുക്കൊരു 39 to 38 വരെ മാക്സിമം മൈലേജ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വണ്ടിയുടെ മൈലേജാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.